ഹലോ മക്കളെ, അപ്പൊ നമ്മള് മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലെ. എങ്ങനെയാണ് ഓരോ റീജിയണിലും കൾച്ചേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ലാംഗ്വേജസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഇവല്യൂഷൻ, ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് ഇവല്യൂഷൻ വരുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പെർസ് ആൻഡ് ടെമ്പിൾസ്. പെർസ് ആൻഡ് ടെമ്പിൾസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സോ from the 16th century, people began to migrate in large numbers from the less fertile western Bengal to the forested and marshy areas of southeastern Bengal. അപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്? ആൾക്കാര് 16th സെഞ്ചുറി ആയത് മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി അല്ലെ, ലെസ് ഫെർട്ടിലിറ്റി വേണം അല്ലെ, ആൾക്കാർക്ക് ജീവിക്കണമെങ്കിൽ കൃഷിയൊക്കെ ചെയ്തിട്ട് ജീവിക്കണം അല്ലെ, കൃഷി ചെയ്യണം, നല്ല ഭക്ഷണം കിട്ടുള്ളൂ അവർ കൃഷി ചെയ്താലും. പക്ഷെ മണ്ണിന് അത്ര ഫെർട്ടിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫെർട്ടിലിറ്റി ഉള്ള സ്ഥലത്ത് പോയിട്ട് കൃഷി ചെയ്യണം. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്ത് ലെസ് ഫെർട്ടൈൽ ആയിട്ടുള്ള വെസ്റ്റേൺ ബംഗാളിൽ നിന്നും മാർഷി ഏരിയ ആയിട്ടുള്ള സൗത്ത് ഈസ്റ്റേൺ ബംഗാളിലേക്ക് അവര് മാറാൻ തുടങ്ങി, മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. As they moved eastwards, they cleared a forest and brought the land under rice cultivation. അപ്പൊ അവരെന്ത് ചെയ്ത് അവിടെ പോയിട്ട് മരങ്ങൾ അല്ലെ, ഫോറസ്റ്റ് ഒക്കെ വെട്ടി അവര് റൈസ് കൾട്ടിവേഷൻ ഉള്ള ഒരു സെറ്റപ്പ് ആക്കിയിട്ട് എടുത്തു. Gradually, local communities of fisher folks and shifting cultivators, often tribals, merged with the new communities of peasants. അല്ലെ, അവിടെ ഓൾറെഡി ആരായിരുന്നു ഉണ്ടായിരുന്നല്ലേ? ഫിഷേഴ്സ്, അതുപോലെ തന്നെ ഫിഷർ ഫോക്സ് ഉണ്ടായിരുന്നു. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ട്രൈബൽസ് ഒക്കെ എന്ത് ചെയ്തു? പുതിയ ഈ വെസ്റ്റേൺ ബംഗാളിൽ നിന്ന് വന്ന ആൾക്കാരുമായിട്ട് മർജ് ആവാൻ തുടങ്ങി. Thus coincided with the establishment of Mughal control over Bengal. അപ്പം അവിടെ തന്നെയാണ് ബംഗാളിലപ്പാണ് മുഗൾ എംപററിന്റെ ഒരു കൺട്രോൾ വരുന്നത്. with their capital in the heart of eastern delta at Dhaka. അപ്പൊ അവരുടെ ക്യാപിറ്റൽ ധാക്കയിലായിരുന്നു. and officials and functionaries received land and often set up mosques that served as centers for religious transformation in those areas. Early settlers sought some order and assurance in the unstable conditions of the new settlements. എന്താണ്? officialsum functionaryസും received land and often set up mosques that served as centers for religious transformation. അപ്പൊ അവർ ഒഫീഷ്യൽസ് വന്നിട്ട് അവിടെ മോസ്കുകളൊക്കെ സ്ഥാപിച്ചു. അപ്പം early settlers sought some order and assurance in the unstable conditions of the new settlements. These were provided by community leaders who also functioned as teachers and adjudicators and were sometimes ascribed with the supernatural powers. അപ്പൊ ആൾക്കാരല്ലേ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് ചില ആൾക്കാരെ അസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. People refer to them with affection and respect as peers. Okay, അപ്പൊ ആൾക്കാര് അവരെ peer ആയിട്ട് കാണാൻ തുടങ്ങി. This term included saints or Sufis and other religious personalities, daring colonizers and deified soldiers, various Hindu and Buddhist deities, and even animistic spirits. അപ്പം ഇത്രയും ആൾക്കാർ അല്ലെ അവരെയാണ് പെർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The cult of Pirs became very popular and their shrines can be found everywhere in Bengal. Bengal also witnessed a temple buildings free from the late 15th century, which culminated in the 19th century. We have seen that temples and other religious structures were often built by individuals or groups who were becoming powerful to both demonstrate their power and proclaim their deity. അപ്പം ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നു അല്ലെ, അവിടെയൊക്കെ അല്ല ഒരു ടെമ്പിൾ എന്ന് പറയുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ടാവും, അവിടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആൻഡ് മെനി ഓഫ് ദി മോഡസ്റ്റ് ബ്രിക്ക് ആൻഡ് ടെറാക്കോട്ട ടെമ്പിൾസ് ഇൻ ബംഗാൾ വെർ ബിൽറ്റ്
with the support of several low social groups. അതായത് ഈ ടെമ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അധികാരത്തിന്റെ ഒരു പവർഫുൾ ആൾക്കാരെയും കൂടെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ടെമ്പിളിന് അധികാരമുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ ടെമ്പിൾ എല്ലാം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയും പോലെ ലോ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് അന്ന് കണക്കാക്കിപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. സച്ച് ആസ് ദ കൊള്ളു, അതായത് ഓയിൽ പ്രസേഴ്സ് ആയിട്ടല്ലേ, ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെ, ചില എന്താ പറയാ ഓയിൽ സൈഡിൽ നിന്നൊക്കെ ഓയിൽ എടുക്കുന്ന ആൾക്കാർ. ആൻഡ് ദി കൻസാരി, അത് ബെൽ മെറ്റൽ വർക്കേഴ്സ് ആയിട്ടുള്ള ഇത്തരം ആൾക്കാരൊക്കെ ആയിരുന്നു അല്ലെ അവര് ഈ ഒരു ടെമ്പിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. Coming of the European trading companies created new economic opportunities. അപ്പം യൂറോപ്പിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാര് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ട്രേഡിംഗ് കമ്പനീസ് വന്നതിന് ശേഷം അവിടെ ഒത്തിരി എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാൻ തുടങ്ങി. മെനി ഫാമിലീസ് ബിലോങ്ങിങ് ടു ദീസ് സോഷ്യൽ ഗ്രൂപ്പ്സ് അവെയിൽഡ് ഓഫ് ദീസ്. സോ നമ്മള് as their social and economic position improved, they അല്ലെ, അപ്പൊ കൊമേഴ്ഷ്യൽ ഡീലിങ്സിന് വേണ്ടിയിട്ട് യൂറോപ്യൻ സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വരാൻ തുടങ്ങി അല്ലെ. അപ്പൊ എന്ത് ചെയ്യും തുടങ്ങി, നമ്മുടെ സാമ്പത്തികം കുറച്ചും കൂടി എന്താൻ തുടങ്ങി, ഇവിടെയുള്ള ആൾക്കാരുടെ സാമ്പത്തികം കുറച്ചും കൂടി കൂടാൻ തുടങ്ങി. സോ സോഷ്യൽ ആൻഡ് എക്കണോമിക് പൊസിഷൻ എന്താവാൻ തുടങ്ങി, ഇംപ്രൂവ് ആവാൻ തുടങ്ങി. They proclaimed their status through the construction of temple. ഞാൻ പറഞ്ഞു അല്ലെ, ടെമ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പവർ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവര് പൈസയ്ക്ക് അപ്പൊ അവര് ടെമ്പിളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി. When local deities once worshipped the thatched huts in villages gained the recognition of the Brahmanas, their images began to be housed in temples. Temples began to copy the ഡബിൾ റൂഫ്ഡ് ദോച്ചല എന്ന് പറയും. ഓക്കെ, ദോച്ചല, ദോ എന്ന് പറഞ്ഞാൽ രണ്ടെന്നർത്ഥം. അപ്പം ഡബിൾ ദോച്ചത് ഓർ ഫോർ റൂഫ്ഡ്, അതാണ് ചൗച്ചല സ്ട്രക്ചർ ഓഫ് താച്ച്ഡ് ഹട്ട്സ്. അപ്പൊ ഹട്ട്സ് എന്താ, രണ്ട് ഡബിൾ റൂഫ്ഡ് ആയിട്ടുള്ളത്, ഫോർ റൂഫ്ഡ് ആയിട്ടുള്ളൊക്കെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ തുടങ്ങി. ദിസ് ലെഡ് ടു ദി എവല്യൂഷൻ ഓഫ് ദി ടിപ്പിക്കൽ ബംഗാളി സ്റ്റൈൽ ഇൻ ടെമ്പിൾ ആർക്കിടെക്ചർ. അപ്പം അതാണ് പിന്നീട് ടിപ്പിക്കൽ ബംഗാളി സ്റ്റൈൽ ടെമ്പിൾ എന്ന് പറയുന്ന അല്ലെ, ബംഗാളി സ്റ്റൈൽ ടെമ്പിൾ ആർക്കിടെക്ചർ ആയിട്ട് പിന്നീട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. നിങ്ങൾ കാണുന്നില്ലേ ഈ പിക്ചേഴ്സ് എല്ലാം അല്ലെ, പണ്ട് സിമ്പിൾ ഹട്ടിൽ നിന്ന് മാറിയിട്ട് വേറെ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, മോഡിഫൈ ചെയ്യാൻ തുടങ്ങി. And the comparatively more complex four roofed structure, four triangular roof അല്ലെ, 4 triangular ആയിട്ടുള്ള റൂഫ് placed on the four walls move up the converge on a curved line or a point. ഇതാ ഒരു മോഡലാണ്, ആ ഉണ്ടാക്കിയിരിക്കുന്ന മോഡലാണ് പറഞ്ഞിട്ടുള്ള 4 walled ആയിട്ടുള്ള സ്ട്രക്ചർ, അതിന്റെ മുകളിൽ 4 triangular ആയിട്ടുള്ള ഒരു റൂഫ് കാണാൻ പറ്റും. Temples were usually built on a square platform. ഒരു സ്ക്വയർ പ്ലാറ്റ്ഫോമില് 4 വോളുകൾ അല്ലെ, 4 വോളുകൾ ഉണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് ഒരു ട്രയാങ്കുലർ ആയിട്ട് ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. ഇന്റീരിയർ വാസ് റിലേറ്റീവ്ലി പ്ലെയിൻ. അതിന്റെ ഇന്റീരിയർ പോർഷനിൽ വലിയ പ്ലെയിൻ ആയിട്ടുള്ള പോർഷൻ ആയിരുന്നു. പക്ഷെ പുറത്തല്ലേ, നമ്മൾ ചില ടെമ്പിൾ ശ്രദ്ധിച്ചാലല്ലേ ഉള്ളിലെ പ്ലെയിൻ ആയിരിക്കും, പുറത്ത് ഭയങ്കര ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഔട്ടർ വാൾസ് ഓഫ് മെനി ടെമ്പിൾസ് വെർ ഡെക്കറേറ്റഡ് വിത്ത് പെയിന്റിങ്സ് ഉണ്ടാവും, ഓർണമെന്റൽ ടൈൽസ്, ടെറാക്കോട്ട ടേബ്ലറ്റ്സ്, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പല സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുറം ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. And some temples, particularly in Vishnupur in the Bankara district of West Bengal, such decoration reached a high degree of excellence. അപ്പം അത്തരം ഡെക്കറേഷൻസ് അല്ലെ, ഔട്ടർ പോർഷനിൽ വരുന്ന ഡെക്കറേഷൻസ് ഈ പറഞ്ഞിട്ടുള്ള ബാങ്കറ ഡിസ്ട്രിക്ട്സ് ഓഫ് വെസ്റ്റ് ബംഗാളിലുള്ള വിഷ്ണുപൂർ അവിടുത്തെ ടെമ്പിളിന്റെ ഡെക്കറേഷൻസ് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിഷ് ഒരു ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്നുള്ള, അല്ലെങ്കിൽ ബ്രാഹ്മിൻസിനൊക്കെ ഫിഷ് ഫുഡായിട്ട് കഴിക്കാൻ പാടുണ്ടായിരുന്നോ എന്നുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് നോക്കുന്നത്. സോ ട്രഡീഷണൽ ഫുഡ് ഹാബിറ്റ്സ് ആർ ജനറലി ബേസ്ഡ് ഓൺ ലോക്കലി അവൈലബിൾ ഐറ്റംസ് ഓഫ് ഫുഡ്. എന്താണ് ആ ട്രഡീഷൻ? ഇപ്പൊ നമുക്ക് എല്ലാം കിട്ടും അല്ലെ. ഇപ്പൊ എനിക്ക് ഫിഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കടലിന്റെ സൈഡിൽ പോയിട്ട് ജീവിച്ചാലാണോ എനിക്ക് ഫിഷ് കിട്ടുകയെന്നുണ്ടാവും?
അങ്ങനെ ഇല്ല അല്ലെ. ഫിഷ് എല്ലാ ആൾക്കാർക്കും എല്ലാം അവൈലബിൾ ആണ്. ഇനിയിപ്പോ കാട്ടുതേൻ കിട്ടണമെങ്കിൽ എനിക്ക് കാട്ടിൽ പോയിട്ട് ജീവിച്ചാലാണോ കാട്ടുതേൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എനിക്ക് അവിടെ അല്ലെ. എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് എന്താണോ ഇഷ്ടം അത് പോയിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെ. പക്ഷെ ട്രഡീഷണലി വരുന്ന സമയത്ത് അവരവരുടെ സ്ഥലങ്ങളിൽ എന്ത് തരത്തിലുള്ള ഇപ്പൊ നന്നായിട്ട് നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്, അവിടെ അരിയായിരിക്കും അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താണോ അവിടെ ഉണ്ടാക്കിയിരുന്നത് അതായിരുന്നു അവർ റീജിയണൽ ആയിട്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്താണോ അതായിരുന്നു അവർ ഭക്ഷണമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ബംഗാൾ ഇസ് എ റിവറൈൻ പ്ലെയിൻ. ബംഗാൾ എന്ന് പറയുന്നത് എന്താണ്? റിവറൈൻ പ്ലെയിൻ ആണ്. ആൻഡ് വിച്ച് പ്രൊഡ്യൂസസ് പ്ലെന്റി ഓഫ് റൈസ് ആൻഡ് ഫിഷ്. അവിടെ എന്താ കൂടുതലായിട്ട് കിട്ടുന്നത്? അവിടെ ഇഷ്ടംപോലെ വെള്ളം, നല്ല ജലസൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ റൈസ് കൾട്ടിവേഷൻ ഉണ്ട്, അപ്പൊ റൈസ് കിട്ടും. അതുപോലെ തന്നെ റിവറൈൻ പ്ലെയിനിൽ എന്തുണ്ടാവും? ഫിഷസും അവൈലബിൾ ആയിരിക്കും. Understandably, these two items figure prominently in the menu of even poor Bengalis. അപ്പൊ വളരെ പാവപ്പെട്ട അല്ലെ, ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ മെനുവിൽ എന്തുണ്ടാവും? റൈസും ഫിഷും ഉണ്ടാവും. ഓക്കെ, അപ്പൊ റൈസും ഫിഷും കഴിച്ചു കഴിഞ്ഞാൽ അവർ റിച്ച് ആവണമെന്ന് ഇല്ല അല്ലെ. എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് റൈസ് ആൻഡ് ഫിഷ്. ഫിഷിംഗ് ഹാസ് ഓൾവേസ് ബീൻ ആൻ ഇമ്പോർട്ടന്റ് ഓക്യുപ്പേഷൻ. അപ്പൊ അവരുടെ ജോലി എന്ന് പറയുന്നല്ലേ, അവർ റിവറൈൻ പ്ലെയിനിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത് ഫിഷിംഗ് ആയിരുന്നു. ആൻഡ് ബംഗാളി ലിറ്ററേച്ചർ കണ്ടെയ്ൻസ് സെവറൽ റെഫറൻസസ് ടു ഫിഷ്. നമുക്ക് ഒത്തിരി ബംഗാളി ലിറ്ററേച്ചറിന്റെ റെഫറൻസസ് നോക്കിക്കഴിഞ്ഞാൽ ഫിഷിംഗിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള റെഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. വാട്ട് ഈസ് മോർ, ടെറാക്കോട്ട plaques on the walls of temples and viharas, Buddhist monasteries depict scenes of fish being dressed and taken into the market in basket. അപ്പൊ മാർക്കറ്റില് ഫിഷിനെ കൊണ്ടുവന്ന പിക്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. Brahmanas were not allowed to eat non-vegetarian food. ബ്രാഹ്മണാസ് പൊതുവെ നോൺ വെജിറ്റേറിയൻ കഴിക്കാറില്ല എന്നാണ് നമ്മൾ ഇപ്പോഴും അല്ലെ, പൊതുവെ അവർ കഴിക്കാറില്ല, കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. ആൻഡ് ബ്രാഹ്മണാസ് വെർ നോട്ട് അലൗഡ് ടു ഈറ്റ് അല്ലെ, കഴിക്കാൻ പാടില്ല, സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല നോൺ വെജിറ്റേറിയൻ ഫുഡ്. And the popularity of fish in the local diet made Brahmanical authorities relax this prohibition for the Bengal Brahmins. അല്ലെ, നമ്മൾ പറഞ്ഞു ബംഗാൾ റീജിയനിൽ എന്താണ്, റിവറൈൻ പ്ലെയിൻ ആണ്, അവിടെ റൈസ് കിട്ടും, ഫിഷ് കിട്ടും അല്ലെ. അവിടെ റീജിയനിലായിട്ട് കിട്ടുന്ന ഭക്ഷണം ഇത് രണ്ടുമാണ്. അപ്പൊ അവർക്ക് വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് ഭക്ഷണം കഴിക്കാന്നുണ്ടെങ്കിൽ ബ്രാഹ്മണാസ് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ അവർക്ക് അവിടെ ഒരു ഒരു നിയമത്തിലൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു, അവർക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു. ആൻഡ് ദ ബൃഹത് ധർമ്മ പുരാണ, എ 13th century Sanskrit text from Bengal, permitted the local brahmanas to eat certain varieties of fish. അപ്പം ഈ ബൃഹത് ധർമ്മ പുരാണ എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് ടെക്സ്റ്റില് ചില വെറൈറ്റി ഫിഷസ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണാസിന് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അതാണ് ഫിഷിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എമർജൻസ് ഓഫ് നാഷൻ സ്റ്റേറ്റ്സ് ഇൻ യൂറോപ്പ്. ഓക്കെ, ടിൽ ദ 18th century പീപ്പിൾ ഇൻ യൂറോപ്പ്, നമ്മൾ ഇത്രയും കാലം ഇന്ത്യന്റെ കാര്യത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് യൂറോപ്പിലെ കൾച്ചറൽ മേക്കിങ്ങിനെ പറ്റിയിട്ടാണ്. അവിടെ നാഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ till the 18th century, people in Europe saw themselves as subjects of an empire. Okay, അവിടുത്തെ ആൾക്കാര് അവരുടെ എംപയറിന്റെ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് അവരവരെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. such as the Austro-Hungarian Empire or members of a church such as the Greek Orthodox Church. But from the late 18th century, people also began to identify themselves as the members of a community that spoke a common language such as French or German. അപ്പം 18th century അവിടെ വരെയൊക്കെ എന്താണ്, ആൾക്കാര് അവരുടെ എംപയർ, അവർ ഏതൊരു എംപയറിന്റെ കീഴിലാണോ അല്ലെ അവരുടെ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്രമായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലേറ്റ് 18th century ആയ സമയത്തല്ലേ അവര് ഭാഷ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നുള്ള ഒരു റിയലൈസേഷൻ അല്ലെ, ആ രീതിയിൽ അവർക്ക് ഒരു തിരിച്ചറിവ് വരികയാണ്. By the early 19th century, in Romania, school textbook began to return
in Romanian rather than in Greek and in Hungary. അപ്പൊ അവരുടെ ഭാഷ വെച്ചിട്ട് അല്ലെ, ഗ്രീക്ക് അല്ലാതെ ഹംഗറിയിലും റുമേനിയൻ ഭാഷയിലൊക്കെ എഴുതാൻ തുടങ്ങി. ഹംഗേറിയൻ വാസ് അഡാപ്റ്റഡ് ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഇൻസ്റ്റെഡ് ഓഫ് ലാറ്റിൻ. അല്ലെ, ലാറ്റിൻ എന്നൊക്കെ പറയുന്ന ഭാഷ അല്ലെ ഒഫീഷ്യൽസിന്റെ ഭാഷയായിരുന്നു. പക്ഷെ അവര് റീജിയണൽ കമ്മ്യൂണിറ്റീന്റെ ഭാഗമായിട്ട് മാറിയിട്ട് ഹംഗേറിയൻ എന്ന ഭാഷ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെ, ആൾക്കാർക്ക് റിയലൈസേഷൻ വരികയാണ് അല്ലെ, അവരും കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണെന്നുള്ളൊരു റിയലൈസേഷൻ വരികയാണ്. And these and other similar development created the consciousness among the people that each linguistic community was a separate nation. അപ്പൊ അവരെന്ത് ചെയ്തു, ഓരോ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി അല്ലെ, ഓരോ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഓരോ സെപ്പറേറ്റ് ഒരു നാഷൻ ആവുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവർ മാറി. This feeling was strengthened by the movements for Italian German unification. Okay, ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ അല്ലെ, ജർമ്മനി എങ്ങനെയാണ് യൂണിഫൈ ചെയ്തിട്ടുള്ളത്, പല പല ഭാഷകൾ സംസാരിക്കുന്ന അല്ലെ പല പല റീജിയൻ എങ്ങനെയാണ് യൂണിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറ്റലി എങ്ങനെയാണ് യൂണിറ്റി, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യാം കേട്ടോ. The late 19th centuryയില് ഇത്തരം കാര്യങ്ങൾ യൂണിഫിക്കേഷൻ എങ്ങനെയാണ്, ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിയുടെ ബേസിസിലുള്ള യൂണിഫിക്കേഷൻ എങ്ങനെയാണ് പിന്നീട് പിൽക്കാലത്ത് വരികയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ പെർസ് ആൻഡ് ടെമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ടെമ്പിളിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ടെമ്പിൾ ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ആരായിരുന്നു പെർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ടെമ്പിൾ അല്ലെ, 2 റൂഫ്ഡ്, ഡബിൾ റൂഫ്ഡ്, 4 റൂഫ്ഡ് ആയിട്ടുള്ള ടെമ്പിളിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഫിഷ് എന്ന് പറയുന്നത് ഫുഡ് അല്ലെ, ഫിഷ് ഫുഡായിട്ട് കഴിക്കാൻ പാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മിണാസിന്, ബംഗാൾ ബ്രാഹ്മിൺസിന് കുറച്ച് എന്ത് ചെയ്തു, ഇളവുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അല്ല എവിടെ ഫിഷസ് അവൈലബിൾ ആണ്, അതുകൊണ്ടാണ്. ആൻഡ് എമർജൻസ് ഓഫ് നാഷൻ സ്റ്റേറ്റ് ഇൻ യൂറോപ്പ്, യൂറോപ്പില് ഭാഷകൾ സംസാരിക്കുക ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ് പിന്നീട് അത് ഒത്തുചേർന്ന് ഒരേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഒരു നാഷൻ അല്ല പക്ഷെ നാഷൻ സ്റ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറി. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ കൾച്ചേഴ്സ്, ഡിഫറെന്റ് കൾച്ചേഴ്സ്, കൾച്ചേഴ്സും ലാംഗ്വേജസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലെ, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഓരോരോ കൺട്രീസിലും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഓരോരോ കമ്മ്യൂണിറ്റിയിലും എന്തൊക്കെ ചേഞ്ചസ്, ഓരോ രാജാക്കന്മാർ വരുന്നതിനനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ്, അവരുടെ ലൈഫിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നന്നായിട്ട് ചാപ്റ്റർ മനസ്സിലാക്കുക. താങ്ക് യു.